നമസ്കാരം. സുരാജ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച് തിയേറ്ററുകളിൽ റിലീസായ ഇ.ഡി. എക്സ്ട്രാ ഡീസന്റ് എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സിനിമ എനിക്കിഷ്ടപ്പെട്ടു. സുരാജിന്റെ കഥാപാത്രത്തിന്റെ പേര് ബിജു എന്നാണ്. അപ്പോൾ ബിജുവിനെ ചുറ്റിയാണ് ഈ കഥ പോകുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഇൻസിഡന്റ് ആണ് പ്രധാനമായിട്ടും പറയുന്നത്. സുരാജിന്റെ ചേട്ടനുമായിട്ട് സുരാജ് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ഭയങ്കര കെയർ എടുത്താണ് ചേട്ടൻ അനുജനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ കുഞ്ഞുനാളില് ഒരു ഇൻസിഡന്റില് തന്റെ ചേട്ടൻ മരണപ്പെട്ടു പോവുകയാണ്. അപ്പൊ അത് ഭയങ്കര ഷോക്കായി മാറുകയാണ് സുരാജിന്. അപ്പൊ അത് ഒരുതരം ഡിപ്രഷനും ഒക്കെ ആയിട്ട് കുഞ്ഞുനാൾ മുതൽക്കേ സുരാജിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ വീട്ടുകാർ അത് ഗവനിക്കാതെ, പ്രത്യേകിച്ച് അച്ഛൻ സുരാജിനെ ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു ഒരു താല്പര്യമില്ലാത്ത ലെവലിലായിരുന്നു. അത് ഒരു സപ്പോർട്ടും കൊടുക്കാതെ വളരെ അടിച്ചമർത്തുന്ന രീതിയിലാണ് അച്ഛൻ കുഞ്ഞുനാൾ മുതൽക്കേ ട്രീറ്റ് ചെയ്തു വന്നിരുന്നത്. പിന്നീട് വളർന്ന് വലുതാകുമ്പോഴും മാറ്റങ്ങളൊന്നുമില്ല. അച്ഛന്റെ അടിമ പോലെ ഒരു ട്രീറ്റ് തന്നെയാണ് സുരാജിനെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് സുരാജ് ഒരു കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിനുശേഷം അതുവരെ അടങ്ങിയിരുന്ന സുരാജിന്റെ ഉള്ളിലെ ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം കൂടി പുറത്തു വരികയും അത് അച്ഛനമ്മമാരോടും സഹോദരിയോടും ഒക്കെ കാണിക്കുന്ന രീതിയിലാണ് സിനിമ പിന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്താണ് അദ്ദേഹം കണ്ടെത്തിയത്, അപ്പൊ അതിനുശേഷം എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയായി മാറി, ഇതാണ് സിനിമ പറയുന്ന കഥ. വളരെ രസകരമായ ഒരു കഥാപശ്ചാത്തലമാണ് സിനിമയ്ക്കുള്ളത്. കുറച്ച് ചിരിക്കാനും കുറച്ച് ചിന്തിക്കാനും ഒക്കെ ആയിട്ട് സിനിമയിലുണ്ട്. മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. വൾഗർ സീൻസും അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. ഡീസന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. പ്രധാനമായിട്ട് പറയാവുന്നത് സുരാജിന്റെ പ്രകടനം തന്നെയാണ്. നന്നായിട്ട് പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട്. കൂടെ ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള ഒരു കുടുംബ ചിത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച വേറൊരു കാര്യമുണ്ട്. അതായത് മാതാപിതാക്കള് കുഞ്ഞുങ്ങളോടൊരു വേർതിരിവ് കാണിക്കരുത്. എല്ലാ കുട്ടികളെയും സമാസമമായിട്ട് പരിഗണിക്കണം. അപ്പൊ ആ ഒരു വേർതിരിവ് കാണിക്കുന്നത് കുട്ടികളുടെ ഉള്ളിൽ എത്രത്തോളം ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു വേദന ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യണം. അവർക്ക് സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്നുണ്ടോ, ഇതൊക്കെ നമ്മളാണ്, അച്ഛനും അമ്മയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ള കാര്യം ആണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒപ്പം വളർന്ന ആ ചേട്ടനോട് അറ്റാച്ച്ഡ് ആയി നിന്നിരുന്ന ചേട്ടൻ ഇല്ലാതാവുന്ന ഒരവസ്ഥയിൽ അവൻ ഒറ്റപ്പെട്ടു പോകുന്നു. അവൻ സപ്പോർട്ട് തരാനോ അല്ലെങ്കിൽ അവനുണ്ടാകുന്ന മാനസിക വിഷമം, ബുദ്ധിമുട്ടുകൾ കണ്ട് അതിന് പരിഹാരം കണ്ടെത്താനോ ഒന്നും മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഇല്ലായ്മയാണ് ഒരു പക്ഷേ ചെറിയ ഈ ഒരു മെന്റൽ ഡിപ്രഷനിലോട്ട് പോകാൻ ഈ ഒരു കഥാപാത്രത്തിന് പോയത്. അപ്പൊ ഇതുപോലെ ശരിക്കും ഒരുപാട് കാലം നടക്കുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം. അവരുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിക്കണം. വേർതിരിവ് ഉണ്ടാകരുത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സിനിമയെ കൂടി മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നെഗറ്റീവായിട്ട് അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. മൊത്തത്തിൽ കണ്ടുകൊണ്ടൊരു ഒരു രസകരമായിട്ട് കണ്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സിനിമയാണ് ഇ.ഡി. എക്സ്ട്രാ ഡീസന്റ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലെ സിനിമയുണ്ട്, കാണുക, നിങ്ങൾ വിലയിരുത്തുക.